യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൽ വൻ കവർച്ച നടന്നു. 20ഓളം യാത്രക്കാരുടെ ഫോണുകളും പണവും നഷ്ടമായി. ഇന്ന് പുലർച്ചെ സേലത്തിനും ധർമ്മപുരിക്കും ഇടയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഈ വാർത്തയെക്കുറിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? വലിയ കവർച്ച തന്നെയാണ് നടന്നിട്ടുള്ളത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് AC കമ്പാർട്ട്മെന്റിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, മുഴുവൻ സമയ TTമാരുടെ സേവനമൊക്കെ ഉണ്ട്, അതിൽ മറ്റ് അറ്റൻഡേഴ്സ് ഉണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ കവർച്ച നടക്കുന്നു. 20ഓളം യാത്രക്കാരുടെ ഐഫോണുകൾ അടക്കം നഷ്ടമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പണവും മറ്റും നഷ്ടമായിട്ടുണ്ട്. സേലത്തിനും ധർമ്മപുരിക്കും ഇടയിൽ വെച്ചാണ് ഈ മോഷണം നടന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ക്ഷമിക്കണം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാത്രക്കാർ സേലത്തിറങ്ങി, അത് പലയിടങ്ങളിലേക്കായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവർ സേലത്തിറങ്ങി ഇപ്പോൾ RPFന് പരാതി നൽകിയിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ലംഘനമാണ്, സുരക്ഷാ വീഴ്ചയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സ്വാഭാവികമായിട്ടും റെയിൽവേയുടെ ചുമതലയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ ഗൗരവത്തിൽ കാണണം എന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മോഷണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള, സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ യാത്രക്കാരും സേലത്തിറങ്ങി ഇപ്പോൾ RPFന് പരാതി നൽകിയിരിക്കുകയാണ്. റെയിൽവേ ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രക്കാർക്ക് നഷ്ടമായിട്ടുള്ള സാധനങ്ങളുടെ പട്ടിക അടക്കം ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഫോണുകളാണ്. ചാർജ് ചെയ്യാനും മറ്റും വെച്ച ഫോണുകൾ ഈ യാത്രക്കാർ ഉറങ്ങുന്ന സമയത്ത് കൈക്കലാക്കുകയായിരുന്നു. ബാഗുകൾ തുറന്നും മറ്റും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പണം നഷ്ടമായിട്ടുണ്ട്, പേഴ്സുകൾ നഷ്ടമായിട്ടുണ്ട്. ഈ തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു വലിയ മോഷണം, കൂട്ടമോഷണം എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് റെയിൽവേ ഇപ്പോൾ. SKN.